Okay, good evening, doctors. Myself, Dr. Charles. ഇന്നിപ്പം ക്ലാസ് എടുക്കാനായിട്ട്. സോ ഇന്നിപ്പം നമുക്ക് ഇനിഷ്യലി റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ നോട്ട്സ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതാണ്. സോ നമുക്ക് തുടങ്ങാം. റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്? Main function of respiratory organs is to provide carbon dioxide from them through the lungs. അല്ലേ? അപ്പം ഒരു സിമ്പിൾ ലാംഗ്വേജ് പറയുവാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്സിജൻ എങ്ങോട്ട് എടുക്കുക? ടിഷ്യൂസിന് കൊടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് എടുത്ത് occurs between alveolar air and mixed venous blood in the capillaries across the alveocapillary membrane. അപ്പൊ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെ ബിറ്റ്വീൻ ആൽവിയോളാർ എയർ ആൻഡ് മിക്സ്ഡ് വീനസ് ബ്ലഡ് ഇൻ ദ കാപ്പിലറീസ്. ആൽവിയോകാപ്പിലറി മെംബ്രെയിൻ വഴിയാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് ടോട്ടൽ ഏരിയ ഓഫ് 75 meters squared in an adult. So air is taken in through the air passages comprising, അപ്പം എവിടെ നിന്നാണ് റെസ്പിറേറ്ററി തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൽ നിന്ന് തുടങ്ങി ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ്. ഡിയർ ഡോക്ടേഴ്സ്, ഞാൻ ചിലപ്പം പറയുമ്പോൾ സ്പീഡായി പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ, സ്പീഡ് കൂടുവാണെന്ന്. ഞാൻ പൊതുവേ കുറച്ച് സ്പീഡിൽ പോകുന്ന ആളാണ്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ് ആവുകയാണെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യണേ. സോ എയർ ഇസ് ടേക്കൺ ഇൻ ത്രൂ എയർ പാസേജസ് കംപ്രൈസിങ് ദ നോസ്. ഇപ്പൊ റെസ്പിറേറ്ററി സ്ലൈഡ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഡോക്ടറെ. സ്ലൈഡില് നാളെ നോട്ട്സ് ഇടാം. സ്ലൈഡ് പ്രിപ്പറേഷൻ ഒന്നും ടൈം കിട്ടിയില്ല, ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. അപ്പം എയർ ഇസ് ടേക്കൺ ഇൻ ത്രൂ ദ എയർ പാസേജസ് കംപ്രൈസിങ് ദ നോസ്. അപ്പം നോസിൽ തുടങ്ങി pharynx, larynx, trachea, bronchi and bronchioles. The terminal passage of the air passages, the respiratory bronchioles and alveolar ducts subserve the function of gas exchange. അപ്പോൾ ഈ എയർ പാസേജിന്റെ ടെർമിനൽ പോർഷൻ എന്ന് പറയുന്നതാണ് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് ആൻഡ് ആൽവിയോളാർ ഡക്ട്സ്. ദേ സബ്സർവ് ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. The part above vocal cord is termed the upper respiratory tract and parts below from the lower respiratory tract. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറഞ്ഞാൽ പഠിക്കുന്നത്. സോ വോക്കൽ കോഡ്സിന് മേളിലുള്ള ഭാഗത്തിനാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ആൻഡ് അതിന് താഴോട്ട് പോകുന്നത് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നോസിൽ തുടങ്ങി ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ അങ്ങനെ പോകുന്നു. അപ്പം ട്രക്കിയ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 11 centimeter long is kept permanently open by the presence of C-shaped cartilages in its wall. അപ്പം ട്രക്കിയ ഏകദേശം ഒരു 11 centimeter ആണ് അതിന്റെ ലെങ്ത്. അത് പെർമനന്റ്ലി ഓപ്പൺ. എങ്ങനെയാണ് അത് പെർമനന്റ്ലി ഓപ്പൺ ആയി വെച്ചേക്കുന്നത്? ബൈ ദ പ്രസൻസ് ഓഫ് C-shaped cartilages on its wall. അവരുടെ വാളിലുള്ള C-shaped cartilages വെച്ചാണ് ട്രക്കിയ ഓപ്പൺ ആക്കി വെക്കുന്നത്. Several mucus glands present in the mucous membrane provide mucus. ആ മ്യൂക്കസ് മെംബ്രെയിനിലുള്ള ഒരുപാട് മ്യൂക്കസ് ഗ്ലാൻസ്, they provide mucus which softens the surface and facilitates ciliary action. The trachea divides into the right and left bronchi. When tracheal വന്നിട്ടാണ് ബൈഫർക്കേറ്റ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കൈ ആയിട്ട് പോകുന്നത്. സോ ഇന്നിപ്പോ നമ്മൾ നോക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ഇൻട്രൊഡക്ടറി പാർട്ടാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, the primary function of respiratory organs is to provide a constant supply of oxygen to the tissues and to remove carbon dioxide from them through the lungs. And this gas exchange takes place across the alveocapillary membrane, and alveocapillary membrane has a total area of 75 meters squared in an adult. Air is taken in through the air passages comprising the nose, pharynx, larynx, trachea, bronchi and the bronchioles. The terminal voice break ആവുന്നുണ്ടോ?
The terminal portions of the air passages, the respiratory bronchioles and alveolar ducts, subserve the function of gas exchange. The part above the vocal cords is termed upper respiratory tract and parts below form the lower respiratory tract. The trachea, it's about 11 centimeter long, is kept permanently open by the presence of C-shaped cartilage on its wall. Several mucus glands present in the mucous membrane provides mucus which moistens the surface and facilitates ciliary action. The trachea divides into the right and left bronchi. ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇതിപ്പോ ജനറൽ പാർട്ട് മാത്രമാണ്. Now, the bronchi are similar to trachea in structure. Structureൽ ഏകദേശം ബ്രോങ്കയും ട്രക്കിയും സിമിലർ ആണ്. The right main bronchus is 1 to 2.5 centimeter in length and it is in direct line with the trachea. This fact makes us more vulnerable for obstruction by foreign bodies entering through the trachea. The right main bronchus divides into branches which supply the right upper lobe, middle lobe and lower lobe. So, the bronchi എന്ന് പറയുമ്പം structurally it is very similar to trachea. The right main bronchus is 1 to 2.5 centimeter length and it is in direct line with the trachea. This fact makes it more vulnerable for obstruction by foreign bodies entering through the trachea. The right main bronchus divides into branches which supply the right upper lobe, middle lobe and lower lobe. അതാണ് right. അടുത്ത് the left main bronchus is longer. Right main bronchus നെ കാട്ടിലും longer ആണ്. Left main bronchus, it is about 5 centimeter and forms an angle of 50 to 100 degree with the right main bronchus. So left main bronchus is longer, about 5 centimeter in length, and it forms an angle of 50 to 100 degree with the right main bronchus. It divides into two branches which supply the upper and lower lobes. So this is left main bronchus. The further division of lobar bronchi gives rise to segmental bronchi which supply bronchopulmonary segments. ഇത് ഞാൻ പറയുന്ന ഇൻട്രൊഡക്ഷൻ ഏതാണ്ട് അനാറ്റമി ഒക്കെ കവർ ചെയ്ത് വരുന്നതാണ്. അപ്പം ഇതിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് വരും എവിടെ നിന്ന് വരും എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ വെച്ച് ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് നാമിനും അങ്ങനെ ചോദിച്ചുകൂടായിക്കൊന്നുമില്ല. സോ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്സ്. The bronchopulmonary segment is a wedge of lung tissue supplied by each bronchus along with the corresponding branches of pulmonary artery and vein. So, bronchopulmonary segment is a wedge of lung tissue supplied by each bronchus along with the corresponding branches of pulmonary artery and vein. The bronchopulmonary segments act as independent units and are separated by fibrous septa. So the bronchopulmonary segments, they act as independent units and are separated by fibrous septa. അടുത്ത divisions of bronchial tree. എങ്ങനെയാണ് ആ ബ്രോങ്കിളിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം റൈറ്റ് ലങ്ങിന് എത്ര ലോബ് ഉണ്ട്? റൈറ്റ് ലങ്ങിന് 3 ലോബും ലെഫ്റ്റ് ലങ്ങിന് 2 ലോബും. റൈറ്റ് അപ്പർ ലോബ്, റൈറ്റ് മിഡിൽ ലോബ്, റൈറ്റ് ലോവർ ലോബ് ആൻഡ് ലെഫ്റ്റ് അപ്പർ ലോബ് ആൻഡ് ലെഫ്റ്റ് ലോവർ ലോബ്. അങ്ങനെയാണ് ലങ്സിന്റെ ആ ബ്രോങ്കിയൽ ട്രീ ഡിവിഷൻ വരുന്നത്. പിന്നെ സർഫാക്റ്റന്റ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. Surfactant, this is a substance produced by type 2 pneumonocytes from the 30th week of intrauterine life. അപ്പം സർഫാക്റ്റന്റ് നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ തൊട്ടൊരു ഷോർട്ട് നോട്ട് ഒക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. So it is a substance produced by type 2 pneumonocytes from the 30th week of intrauterine life. It lines the alveoli. It contains an insoluble lipoprotein, that is dipalmitoyl-lecithin, which forms a thin layer at the air fluid interface and lower surface tension.
അപ്പം സർഫക്റ്റന്റ് ഫംഗ്ഷൻ എന്താ പറഞ്ഞാൽ it contains an insoluble lipoprotein that is dipalmitiol lecithin which forms a thin layer at the air fluid interface and lowers surface tension. Pulmonary surfactant is a mixture of phospholipids and surfactant specific proteins which reduce alveolar surface tension during respiration. So pulmonary surfactant known as a mixture of phospholipids and surfactant specific proteins which reduce alveolar surface tension during respiration. Okay, types. Next is pulmonary physiology, types of breathing. അതിനകത്ത് നമുക്കറിയാം Cheyne-Stokes breathing, Bittot's breathing, Kussmaul's breathing, and hyperventilation. Cheyne-Stokes breathing, in this type of abnormal rhythm of respiration, there is an increase in the rate and depth of respiration, which reach a maximum, and then they come down to reach a period of apnea. So Cheyne-Stokes breathing, in this type of abnormal rhythm of respiration, there is increase in rate and depth of respiration, which reach a maximum, and then they become down to reach an apnea. അതായത് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി പിന്നെ മാക്സിമത്തിൽ പോയിട്ട് പെട്ടെന്ന് താഴോട്ട് വന്ന് ആപ്നിയ ലെവൽ വരെ പോകും. അതാണ് Cheyne-Stokes breathing. And these cycles are repeated. Cheyne-Stokes respiration is indicative of serious functional impairment of the respiratory center. So, Cheyne-Stokes respiration is indicative of serious functional impairment of respiratory center. And അത് കാണപ്പെടുന്ന condition it is seen in cardiac failure, metabolic acidosis, increased intracranial tension, narcotic poison, and sometimes even during sleep. So, types of breathing, ആദ്യം പറയുന്ന Cheyne-Stokes respiration. In this type of abnormal rhythm of respiration, there is increase in the rate and depth of respiration, which reach a maximum, and then they come down to reach a period of apnea. These cycles repeat, and Cheyne-Stokes respiration is indicative of serious functional impairment of the respiratory center. It is seen in conditions like of cardiac failure, metabolic acidosis, increased intracranial tension, narcotic poison, and sometimes even during sleep. So Cheyne-Stokes breathing clear aaya? Next is Bittot's breathing. This is a type of irregular breathing in which 3 to 4 respiration occurs in clusters with apneic pauses. So Bittot's breathing in orna, this is a type of irregular breathing in which 3 to 4 respiration occurs in clusters with apneic pauses. The respiration resembles sighs. അതായത് respiration sigh പോലെ ഇരിക്കും. This is commonly seen in meningitis and brain damage. So condition it is commonly seen in meningitis and brain damage. Then it is Kussmaul's breathing. In this type, the patient breathes with large tidal volume and so rapidly that there is virtually no pause between breaths. അപ്പോൾ നമുക്ക് tidal volume എന്താണെന്ന് അറിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. The maximum air നമുക്ക് ഒരു ഇൻസ്പിറേഷനിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം എയർ ആണ് tidal volume എന്ന് പറയുന്നത്. So Kussmaul's breathing എന്ന് പറഞ്ഞാൽ the patient breathes with large tidal volume. Large tidal volume breathe ചെയ്യുമ്പോൾ so rapidly that there is virtually no pause between breath. അപ്പോൾ രണ്ട് ശ്വാസം ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഒരു വലിച്ചെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ പോസ് വരും. അപ്പൊ Kussmaul's breathing എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം ലാർജ് ആയതുകൊണ്ട് റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ശ്വാസം എടുത്തോണ്ടിരിക്കുക. അപ്പം ശ്വാസം 2-3 ശ്വാസത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലെ വരത്തില്ല. This is seen in all forms of metabolic acidosis,
particularly diabetic ketoacidosis, renal failure, and others. So, Kussmaul's breathing, it is seen in all forms of metabolic acidosis, diabetic ketoacidosis, renal failure, and others. Clear? Next is hyperventilation. The rate and depth of ventilation are increased. So, hyper, namukkariyalo, koodudal. So, the rate and depth of ventilation are increased. This occurs commonly in major pulmonary embolism, anxiety, neurocirculatory asthenia, meningitis, encephalitis, therapy with drugs like epinephrine, poisoning with salicylates or aspirin, hyperthyroidism, hypoxia, and acidosis. So, hyperventilation, a word സൂചിപ്പിക്കുന്ന പോലെ തന്നെ rate and depth of ventilation are increased. And this commonly occurs in major pulmonary embolism, anxiety, neurocirculatory asthenia, meningitis, encephalitis, therapy with drugs like epinephrine, poisoning with salicylates or aspirin, hyperthyroidism, hypoxia, and acidosis. Hyperventilation results in excessive removal of carbon dioxide and subsequent alkalosis. So, hyperventilation, it results in excessive removal of carbon dioxide and consequent alkalosis. Kussmaul's respiration occurring in metabolic acidosis is a compensatory mechanism. Okay. Next, നമുക്ക് നോക്കാനുള്ളത് symptomatology in respiratory diseases. Respiratory diseases എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന symptoms ഒക്കെ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു OP-യിൽ ഇരിക്കുമ്പോൾ റെസ്പിറേറ്ററി ഇൽനെസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ഒക്കെ, കോമൺ സിംറ്റംസ് ഒക്കെ എന്താണ്? ആരുമില്ലേ? ഓക്കെ, സോ ഞാൻ തന്നെ പറയാം. കഫ് വിത്ത് ഓർ വിത്തൗട്ട് എക്സ്പെക്ടറേഷൻ, ചെസ്റ്റ് പെയിൻ, ഡിസ്നിയ and hemoptysis are the most frequent respiratory symptoms. So, common symptomatologies are cough, it may be with or without expectoration, chest pain, dyspnea, and hemoptysis are the most frequent respiratory symptoms. അല്ലേ? ഇത്രയായിരിക്കും ഒരു റെസ്പിറേറ്ററി കേസിൽ ഒരാൾ വരുമ്പോഴത്തേക്കും പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? Cough with or without expectoration, chest pain, dyspnea, and hemoptysis are the most frequent respiratory symptoms. പിന്നെ അടുത്ത cough with expectoration, അതാണ് പറയുന്നത്. Cough with expectoration is a prominent symptom in inflammatory lesions such as bronchitis and pneumonia, or in irritative and allergic lesions of the respiratory tract. So, cough with expectoration is a prominent symptom in inflammatory lesions such as bronchitis and pneumonia, or in irritative and allergic lesions of the respiratory tract. Pharyngitis, laryngitis, tracheitis, and early stages of bronchitis give rise to cough without expectoration. So, ഏതൊക്കെയാണ്? Pharyngitis, laryngitis, tracheitis, and early stages of bronchitis give rise to cough without expectoration. In some infections like Bordetella pertussis, Klebsiella, and some viruses, paroxysms are cough followed by a long inspiratory whoop caused by laryngeal spasm. എങ്ങനെയാണ്? Infections like Bordetella pertussis, Klebsiella, and some viruses, paroxysms of cough are followed by a long inspiratory whoop caused by laryngeal spasm. Cough elicited by change of posture, അതായത് postural cough, is characteristic of bronchiectasis, lung abscess, and bronchopleural fistula. So, cough elicited by change of posture, അതായത് നമ്മുടെ പൊസിഷൻ കാരണം ചുമ വരുന്നു, അല്ലെങ്കിൽ cough is elicited by change of posture, or it is otherwise called postural cough, is characteristic of conditions ഏതൊക്കെയാണ്? Bronchiectasis, lung abscess, and bronchopleural fistula. Next, bovine cough or gander cough is a term used to denote cough devoid of its explosive phase or tussive phase. So,
Bovine cough or gander cough is the term used to denote cough devoid of its explosive phase. This occurs in bilateral abductor paralysis of the vocal cord. So bovine cough or gander cough, it occurs in bilateral abductor paralysis of vocal cords. Bovine cough or gander cough is a term used to denote cough devoid of its explosive or tussy phase, and this occurs in bilateral abductor paralysis of the vocal cords. In asthma, cough and dyspnea tend to recur regularly at night. In left-sided heart failure with pulmonary edema, cough occurs in the recumbent posture. Development of a sudden and uncontrollable paroxysm of cough is an otherwise healthy person should suggest the possibility of an aspirated foreign body. So, in asthma, cough and dyspnea tend to occur regularly at night. But in asthma, cough and dyspnea, cough recur regularly at night. And in left-sided heart failure with pulmonary edema, cough occurs in the recumbent position. Appo left-sided heart failure with pulmonary edema anengil cough ഏത് പൊസിഷനിലായിരിക്കും ഉണ്ടാവുന്ന recumbent position. Development of a sudden and uncontrollable paroxysm of cough in an otherwise healthy person should suggest the possibility of an aspirated foreign body. So, പെട്ടെന്നുണ്ടാവുന്ന അൺകൺട്രോളബിൾ paroxysm of cough അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിലാണെങ്കിൽ ഇറ്റ് സജസ്റ്റ് ദ പോസിബിലിറ്റി ഓഫ് എൻ ആസ്പിറേറ്റഡ് foreign body. The change in character of the cough may be an early clue to the development of complications or superimposition of fresh pathology. എങ്ങനെയാണ്? The change in character of the cough may be an early clue to the development of complications or superimposition of fresh pathology. So, cough with expectoration മനസ്സിലായോ? So, cough with expectoration is a prominent symptom is inflammatory lesions such as bronchitis and pneumonia, or in irritative and allergic lesions of the respiratory tract. Pharyngitis, laryngitis, tracheitis, and early stages of bronchitis give rise to cough without expectoration. In some infections like Bordetella pertussis, Klebsiella, and some viruses, paroxysm of cough are followed by a long inspiratory woof caused by laryngeal spasm. Cough elicited by change of posture is characteristic of bronchitis, lung abscess, and bronchopleural fistula. Bovine cough or gander cough is the term used to denote cough devoid of its explosive phase. This occurs in bilateral abductor paralysis of the vocal cords. In asthma, cough and dyspnea tend to occur regularly at night. In left-sided heart failure with pulmonary edema, cough occurs in the recumbent posture. Development of a sudden and uncontrollable paroxysm of cough in an otherwise healthy person should suggest the possibility of an aspirated foreign body. The change in character of the cough may be an early clue to the development of complications or superimposition of fresh pathology. Clear? Next is autogenic cough. Autogenic cough, this is a reflex cough elicited by stimulation of the external auditory meatus, part of which is supplied by the auricular branch of vagus or ulnar nerve. ഇത് നമുക്കെല്ലാം വന്നിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കും. എങ്ങനെയാ? ചെവിയിൽ മീൻസ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റിനസിനകത്ത് നമ്മളിപ്പം ബഡ്സോ വിരളോ ഇട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഒരു ചുമ വരത്തില്ലേ? ഓട്ടോജെനിക് കഫ്. So, this is reflex cough elicited by stimulation of the external auditory meatus, part of which is supplied by the auricular branch of vagus. In a rare case, impacted wax in the ear or a foreign body in the meatus may elicit reflex cough. So, rare cases la engane impacted wax adayithu cheviyil ഒരുപാട് wax വന്നിട്ട് or a foreign body in the meatus, അല്ലെങ്കിൽ മിയാറ്റസിൽ ഒരു ഫോറിൻ ബോഡി വന്നാൽ may elicit reflex cough. Otoscopic examination may reveal the cause. Other reflex symptoms include vomiting and syncope. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെ. നമ്മൾ ചെവിയിൽ ബഡ്സ് ഇടുന്നു അല്ലെങ്കിൽ വിരലിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വരുന്ന ഒരു
റിഫ്ലെക്സ് കഫാണ് ഓട്ടോജനിക് കഫ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റഡ് വാക്സ് ഇൻ ദ എയർ ഓർ ഫോറിൻ ബോഡി മിയാറ്റിസ് മേ എലിസിറ്റ് റിഫ്ലെക്സ് കഫ്. അത്തരം കാര്യങ്ങൾ ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ മേ റിവീൽ ദ കോസ്. പിന്നെ അതർ റിഫ്ലെക്സ് സിംറ്റംസ് ഇൻക്ലൂഡ് വോമിറ്റിങ്, സിങ്കോപ്പ്. നമുക്കറിയാലോ, നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് വോമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ ചുമയ്ക്കും ഇല്ല. ഇപ്പം ഫീമെയിൽസിനൊക്കെ അറിയായിരിക്കും, നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഈ ഹൈപ്പറമിസ്റ്റസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അറിയാലോ, ഛർദിച്ച് ഒരു ലെവലാകുമ്പോൾ ലാസ്റ്റ് ചുമയായിരിക്കും വരുന്നത്. സോ അതർ റിഫ്ലെക്സ് സിംറ്റംസ് ഇൻക്ലൂഡ് വോമിറ്റിംഗ് ആൻഡ് സിങ്കോപ്പ്. നെക്സ്റ്റ്, cough is generally a protective reflex designed to keep the airway patent and clear the exudates. So it's actually a എന്താണ്, പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. എങ്ങനെ? ഡിസൈൻ ടു കീപ് ദ എയർവേ പേറ്റന്റ് ആൻഡ് ക്ലിയർ ദ എക്സുഡേറ്റ്സ്. സംടൈംസ് ഇറിറ്റന്റ് കഫ് ബിക്കംസ് ട്രബിൾസം, ഇന്റർഫിയറിംഗ് വിത്ത് സ്ലീപ്പ്, കോസിംഗ് സിവിയർ അനോയൻസ്. സോ എങ്ങനെയാണ്? ഇറിറ്റന്റ് കഫ് ബിക്കംസ് ട്രബിൾസം, ഇന്റർഫിയറിംഗ് വിത്ത് സ്ലീപ്പ്, കോസിംഗ് സിവിയർ. അല്ലേ, നല്ല ഉറങ്ങി കിടക്കുന്ന തൊണ്ടയിൽ ഒരു ചൊറിച്ചിൽ വന്ന് നമ്മൾ അങ്ങ് ചുമയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് കോസസ് അനോയൻസ്. അത് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതുമാണ്. Other untoward effects of cough include syncope, pneumothorax, mediastinal and surgical emphysema and rib fractures. So other untoward effects of cough include syncope, pneumothorax, mediastinal and surgical emphysema and rib fractures. In children, paroxysmal cough may lead to subconjunctival hemorrhage. മനസ്സിലായല്ലോ? Autogenic cough എന്ന് പറഞ്ഞാൽ this is a reflex cough elicited by stimulation of the external auditory meatus. Part of which is supplied by the auricular branch of the vagus. In a rare case, impacted wax in the ear or a foreign body in the meatus may elicit reflex cough. Otoscopic examination may reveal the cause. Other reflex symptoms include vomiting and syncope. പിന്നെ കഫ് എന്ന് പറഞ്ഞാൽ കഫ് is generally a protective reflex designed to keep the airway patent and clear the exudates. Sometimes irritant cough becomes troublesome, interfering with sleep, causing severe annoyance. Other untoward effects of cough include syncope, pneumothorax, mediastinal and surgical emphysema, and rib fractures. In children, paroxysmal cough may lead to subconjunctival hemorrhage. Clear? Next എന്ത് നമ്മൾ പറഞ്ഞത്? Sputum. With or without expectoration എന്നല്ലേ. അപ്പോൾ sputum. The material expectorated from the respiratory tract is called sputum. In healthy individuals, the secretion of respiratory passages is just adequate to provide a protective lining and there is no expectoration. For healthy individuals എങ്ങനെയാണ്? The secretion of respiratory passages is just adequate to provide a protective lining. So there is no expectoration. Normal healthy adults laanengil. Expectoration in excess of 10 to 25 ml of sputum in 24 hours should raise the possibility of disease. അപ്പോൾ എത്ര വരണം? Expectoration in excess of 10 to 25 milliliter of sputum in 24 hours should raise the possibility of disease. അപ്പം 10 to 25 ml of sputum in 24 hours produce ചെയ്യുവാണെങ്കിൽ ഇറ്റ് എന്താണ്? റേസ് ദ പോസിബിലിറ്റി ഓഫ് ഡിസീസ്. അല്ലെങ്കിൽ നമ്മൾ അപ്പോഴാണ് ഒരു എന്തോ അസുഖമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. കോപ്പിയസ് അമൗണ്ട്സ് ഇൻ എക്സസ് ഓഫ് 300 ml are seen in bronchiectasis and lung abscess. So copious amount of sputum ഏതൊക്കെ കണ്ടീഷനിലാണ് കാണുന്നത്? Bronchiectasis in excess of 300 ml are seen in എവിടെയാണ്? Bronchiectasis and lung often suggests the underlying pathology. സ്പ്യൂട്ടത്തിന്റെ ക്യാരക്ടർ അപ്പൊ കേട്ടോ. Sputum is serosanguinous and pulverosanguinous, mucoid and sticky in asthma and chronic bronchitis, creamy yellow in pulmonary tuberculosis,
blood-stained in carcinoma, tuberculosis, bronchiectasis, mitral stenosis and pulmonary infection, rusty in pneumonia, and black in cold workers, pneumonocosis. കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ഉണ്ടോ? So, the character of sputum, അത് റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വോയിസ് ബ്രേക്ക് വരുന്നത് കേട്ടോ. The character of sputum often suggests the underlying pathology. Sputum is sticky in asthma and chronic bronchitis. Thick and purulent in pulmonary tuberculosis, bronchiectasis, mitral stenosis and pulmonary infection. Rusty in pneumonia and black in cold workers pneumoniosis, lung abscess or gangrene of the lung. Copious watery sputum occurs in alveolar cell carcinoma and this is known as bronchuria. So copious watery sputum occurs evideyana alveolar cell carcinoma and this is known as bronchiora. Sputum is chocolate colored in hepatopulmonary amoebiasis. So chocolate colored condition edana hepatopulmonary amoebiasis. So sputum. So നമ്മളിപ്പോൾ നോക്കുന്ന symptomatology in respiratory disease ആണ്. അതിനകത്ത് cough with expectoration പറഞ്ഞു, autogenic cough പറഞ്ഞു. Next is sputum. The material expectorated from the respiratory tract is called sputum. In healthy individuals, the secretion of respiratory passage is just adequate to provide a protective lining and there is no expectoration. Expectoration in excess of 10 to 25 ml of sputum in 24 hours should raise the possibility of disease. Copious amounts in excess of 300 ml are seen in bronchiectasis and lung abscess. Character of the sputum often suggests the underlying pathology. Sputum is serosanguinous in pulmonary edema, mucoid and sticky in asthma and chronic bronchitis, thick and purulent in bronchiectasis and lung abscess, creamy yellow in pulmonary tuberculosis, blood-stained in carcinoma, tuberculosis, bronchiectasis, mitral stenosis and pulmonary infarction, rusty in pneumonia and black in cold workers pneumoniosis, lung abscess or gangrene of the lung. Copious watery sputum occurs in alveolar cell carcinoma and this is known as bronchiora. Sputum is chocolate colored in hepatopulmonary amoebiasis. Clear? Next is hemoptysis. Hemo എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലോട്ട് പോകുന്നത്? Hemo. Blood. Good. Najla. Oh, yes. So, presence of blood in sputum is termed hemoptysis. So, നമ്മള് പുറത്തോട്ട് തുപ്പുന്ന ആ കഫം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വരുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഹീമോപ്റ്റൈസിസ്. ഇൻ ട്രൂ ഹീമോപ്റ്റൈസിസ് ബ്ലഡ് ഇസ് ഡിറൈവ് ഫ്രം ദ എയർവേസ് ഓർ ദ ലങ്സ്. അപ്പം ഹീമോപ്റ്റൈസിന് ട്രൂവും ഫോൾസും ഉണ്ട്. അതിൽ ട്രൂ ഹീമോപ്റ്റൈസിസ് ആണെങ്കിൽ ബ്ലഡ് എവിടെ നിന്നായിരിക്കും വരുന്നത്? വിൽ ബി ഡിറൈവ് ഫ്രം ദ എയർവേസ് ഓർ ലങ്സ്. The quantity of blood may be small as in mitral stenosis or massive as in cavitary pulmonary tuberculosis or neoplasms. So, hemoptysis എന്ന് പറഞ്ഞാൽ presence of blood in sputum is termed hemoptysis. In true hemoptysis, blood is derived from the airways or the lung. The quantity of blood may be small as in mitral stenosis or massive as in cavitary pulmonary tuberculosis or neoplasms. Sometimes blood is derived from upper respiratory tract or mouth and this is termed spurious hemoptysis. So what do you mean by spurious hemoptysis? Sometimes blood is derived from evideyana upper respiratory passages or mouth and this is termed spurious hemoptysis. Hemoptysis before middle age brings to mind tuberculosis, pneumonia, bronchiectasis and mitral stenosis. From hemoptysis before middle age brings to mind എന്തൊക്കെ കണ്ടീഷൻ ആണ്?
tuberculosis, pneumonia, bronchiectasis, and mitral stenosis. After 40 to 45 years of age, bronchogenic carcinoma and tuberculosis top the list. For 40 to 45 years of age ആണെങ്കിൽ bronchogenic carcinoma and tuberculosis top the list. 40-45 വയസ്സിനിടയ്ക്കാണെങ്കിൽ bronchogenic carcinoma and tuberculosis ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. Hemoptysis is a manifestation of serious underlying disease warranting full investigation. അപ്പം സീരിയസ് അണ്ടർലൈങ് ഡിസീസിന്റെ ഒരു വാറണ്ടിങ് ആണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സൂചനയാണ് ഹീമോപ്റ്റൈസിസ്. ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, വാറണ്ടിങ് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് ഒരു സൂചനയാണ് ഹീമോപ്റ്റൈസിസ്. Though rare, massive hemoptysis results in considerable loss of blood, demanding emergency management. അപ്പം though rare, massive hemoptysis results in considerable loss of blood, demanding emergency management. പിന്നെ non-respiratory causes of hemoptysis include pulmonary hypertension occurring. അപ്പം non-respiratory causes ആണ് ഇപ്പൊ പറഞ്ഞത്. respiratory causes ഉം non-respiratory causes of hemoptysis include pulmonary hypertension occurring in mitral stenosis, acute pulmonary edema, pulmonary infarction, trauma, and hemorrhagic diseases. So, non-respiratory causes of hemoptysis include എന്തൊക്കെയാണ്? Pulmonary hypertension occurring in mitral stenosis, acute pulmonary edema, pulmonary infarction, trauma, and hemorrhagic diseases. Rarely, massive and fatal hemoptysis may develop when an aortic aneurysm erodes into the trachea or a bronchus. So, massive and fatal hemoptysis may develop eppana when an aortic aneurysm erodes into the trachea or bronchus. Spurious hemoptysis is commonly resorted to by hysterical individuals to attract medical attention. So, spurious hemoptysis is commonly resorted to arkana hysterical individuals to attract medical attention. So, hemoptysis namakkariyam presence of blood in sputum aanu hemoptysis nu parayunna. True hemoptysis laanengil blood is derived from airways or lungs. The quantity of blood may be small as in mitral stenosis or massive as in cavity pulmonary tuberculosis or neoplasms. അപ്പം ചില കണ്ടീഷനിൽ എവിടെയാണ് upper respiratory passage ആയിരിക്കും ബ്ലഡ് വരുന്നത്. So, it is termed spurious hemoptysis. Hemoptysis before middle age brings to mind എന്തൊക്കെ കണ്ടീഷൻ ആണ്? TB, pneumonia, bronchiectasis, and mitral stenosis. After 40 to 45 years of age, bronchogenic carcinoma and tuberculosis top the list. Hemoptysis is a manifestation of serious underlying disease warranting full investigation. പിന്നെ non-respiratory causes of hemoptysis include pulmonary hypertension occurring in mitral stenosis, acute pulmonary edema, pulmonary infarction, trauma, and hemorrhagic diseases. Rarely, massive and fatal hemoptysis may develop when an aortic aneurysm erodes into trachea or bronchus. Spurious hemoptysis is commonly resorted to by hysterical individuals to attract medical attention. Okay. Then causes. അടുത്തിനി നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ഒരു റെസ്പിറേറ്ററി ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യും? ജനറൽ ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ഇൻക്ലൂഡ് general investigations of importance which point to disease of respiratory organs include peripheral blood picture, total and differential leukocyte counts, and determination of ESR. So, എന്തൊക്കെ ആയിരിക്കും നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്? include peripheral blood picture, total and differential leukocyte counts, and determination of ESR. So, total count നോക്കും, differential count നോക്കും, ESR നോക്കും. Lymphocytosis ആണ് condition എങ്കിൽ lymphocytosis is suggestive of chronic inflammatory disease like TB,
whereas neutrophil leukocytosis occurs in acute infections like pneumonia. So lymphocytosis എന്ന് പറഞ്ഞാൽ it is suggestive of chronic inflammatory diseases like TB, whereas neutrophil leukocytosis occurs in acute infections like pneumonia. Okay, so increase in eosinophils above 10% calls for estimation of absolute eosinophil count. അപ്പോൾ eosinophil count 10%-ന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്തും കൂടെ ചെയ്യണം, AEC absolute eosinophil കൗണ്ടും കൂടെ നോക്കണം. Mild and moderate increase in eosinophils is very common in Indian subjects. അല്ലെ, ഇന്ത്യൻസിനെ എപ്പോൾ നോക്കിയാൽ eosinophil കുറച്ച് raised ആയിരിക്കും. This is caused by factors such as helminthiasis and external allergens. helminthiasis external allergens കാണുന്നതായിരിക്കും ഈ ഒരു എപ്പോഴും eosinophil rates high ആയിട്ട് നിൽക്കുന്നത്. In susceptible subjects, even moderate eosinophilia may present with symptoms of respiratory allergy. Higher eosinophil counts are found in bronchial asthma, hydatid disease and pulmonary eosinophilia. So higher eosinophils എവിടെയൊക്കെയാണ് കാണുന്നത്? Bronchial asthma, hydatid disease and pulmonary eosinophilia. Chronic hypoxia results in the development of secondary polycythemia. Chronic hypoxia results in the development of secondary polycythemia. Elevation of ESR is a non-specific indicator of inflammatory and neoplastic lesions in the lung. അപ്പം ESR elevated ആണെങ്കിൽ is a non-specific indicator of inflammatory and neoplastic lesions in lung. ESR is not specific for diagnosis. നമുക്ക് തന്നെ അറിയാം ESRന്റെ level is not a diagnostic test, but it helps in the follow-up of chronic diseases like TB. ESR is a helpful parameter. So ESR is not diagnostic, but it is helpful in the follow-up of chronic disease like TB. Next, നോക്കുന്നത് sputum examination. So നമുക്കറിയാം respiratory conditions common ഇതാണ് sputum. So sputum should be examined macroscopically, microscopically after proper staining and bacteriologically. അപ്പോൾ നമ്മൾ macroscopically നോക്കണം, microscopically after proper staining and bacteriologically. ഈ മൂന്ന് രീതിയിൽ നമ്മൾ sputum examine ചെയ്യണം. Total quantity of sputum in 24 hours, color, consistency and other characteristics like odor and presence of blood are of great value in diagnosis. So diagnosticന് help ചെയ്യുന്ന എന്താണ്? Total quantity of sputum in 24 hours, color, consistency and other characteristics like odor and presence of blood are of great value in diagnostics. Presence of fungi in mycotic infections. Presence of fungi in mycotic infections, asbestosis, bodies in asbestosis and motile amoeba in pulmonary amoebiasis can be detected by direct microscopy of fresh sputum. അപ്പം presence of fungi in mycotic infections, asbestos bodies in asbestosis and mobile amoeba in pulmonary amoebiasis can be detected by direct microscopy of fresh sputum. പിന്നെ Gram stain and Ziehl-Neelsen stain are employed to identify the bacterial and microbacterial pathogens in the smear. അപ്പം gram staining Ziehl-Neelsen stain, they are employed to identify the bacterial and mycobacterial pathogens in the smear. Malignant cells can be detected by cytological examination. So malignancy എങ്ങനെയായിരിക്കും? cytological examination വഴിയായിരിക്കും determine ചെയ്യുന്നത്. Wet preparations stained with methylene blue may suggest the presence of malignant cells. എങ്ങനെയാണ്? Wet preparation stained with methylene blue may suggest presence of malignant cells. Staining with Leishman stain helps to identify leukocytes in sputum. Staining with Leishman stain helps to identify leukocytes in sputum. അടുത്ത, presence of numerous neutrophils suggests infective basis, whereas predominance of eosinophils suggests allergic etiology. So presence of numerous neutrophils suggests infective basis. Numerous neutrophil കാണിക്കുന്നുണ്ടെങ്കിൽ suggests infective basis, whereas predominance of eosinophils suggests എന്തായിരിക്കും? Allergic etiology.
This distinction is very helpful in the management of asthma. Papinicoll staining technique helps to identify the malignant cells further. Gimsa stain reveals pneumocystis carni. From Gimsa stain എന്തായിരിക്കും? Pneumocystis carni reveal ചെയ്യും. Next is bacteriological tests. So നമ്മളെ sputum examination at microscopic, macroscopic and bacteriological പറഞ്ഞു. Bacteriological tests, sputum culture is done to identify the organisms and their sensitivity to various antibiotics. So sputum culture is done to identify the organisms and their sensitivity to various antibiotics. Proper collection of the specimen is essential for getting reliable results. Sputum should be taken directly into sterile receptacles. നമുക്കറിയാലോ, നമ്മളിപ്പം സ്പ്യൂട്ട എക്സാമിനേഷൻ ഒരു ലാബിൽ പോയാലും ഇപ്പൊ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ലിംഫ് നോഡ് വന്നപ്പോഴത്തേക്കും സ്പ്യൂട്ട എക്സാമിനേഷൻ അവര് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അവിടെ തന്നെ തരും, ലാബിൽ തന്നെ തരും. അതിനകത്തോട്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് സ്പ്യൂട്ടം എടുത്ത് കൊടുക്കുന്നത്. അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഏർലി മോർണിംഗ് സ്പ്യൂട്ടം. അത് സ്റ്റെറൈൽ റെസെപ്റ്റക്കിൾസ് തന്നെ ആയിരിക്കണം സ്പ്യൂട്ടം എടുക്കുന്നത്. കണ്ടാമിനേഷൻ ബൈ ഓറോഫെറിഞ്ചിയൽ ഓർഗാനിസം ലീഡ് ടു ഫെസിയസ് റിസൾട്ട്സ് ഓൺ കൾച്ചർ. അറിയാലോ കണ്ടാമിനേഷൻ വന്ന എന്തായിരിക്കും? അൺകണ്ടാമിനേറ്റഡ് സ്പെസിമെൻസ് ഓഫ് സ്പ്യൂട്ടം ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ ട്രാൻസ്ട്രക്കിയൽ ആസ്പിറേഷൻ. അതുപോട്ടെ ബ്രോങ്കിയൽ വാഷിംഗ്സ് കളക്ടഡ് ത്രൂ എ ബ്രോങ്കോസ്കോപ്പ് ഓഫ് സ്പിയേഴ്സ് collected by a brush during bronchoscopy are ideal specimen for cytological and microbiological studies. Next, ഇപ്പൊ നമ്മൾ സ്പ്യൂട്ട എക്സാമിനേഷൻ കഴിഞ്ഞ് അടുത്ത് പറയുന്നത് എന്തായിരിക്കും? റേഡിയോളജിക്കൽ എക്സാമിനേഷൻ, പ്ലെയിൻ ചെസ്റ്റ് എക്സ്റേ, PA വ്യൂ. പിന്നെ പറയുന്ന ഇതാണ് മെയിൻ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയുന്ന ഫ്ലൂറോസ്കോപ്പി, കോൺട്രാക്ട് റേഡിയോഗ്രഫി, പൾമണറി ആൻജിയോഗ്രഫി, അൾട്രാസോണോഗ്രഫി, radio isotopic investigations, perfusion imaging, ventilation imaging, aerosol inhalation, അങ്ങനെ കുറെ CT scan, MRI, endoscopic study, bronchoscopy, പിന്നെ മെഡിസിനോസ്കോപ്പ്, തൊറാക്കോസ്കോപ്പി. അടുത്ത് വരുന്ന മെയിൻ ഹെഡിങ് ബയോപ്സി സ്റ്റഡീസ്. നമ്മൾ പറഞ്ഞല്ലോ ലങ് ബയോപ്സീസ് നമ്മൾ മാലിഗ്നൻസി റൂൾ ഔട്ട് ചെയ്യാൻ ഇരിക്കുന്നു. ആദ്യത്തെ ലിംഫ് നോഡ് ബയോപ്സി. ആദ്യം ബയോപ്സി പറയുന്ന ലിംഫ് നോഡ് ബയോപ്സി. ബയോപ്സി ഓഫ് ദ അപ്രോപ്രിയേറ്റ് സ്കെലീൻ ലിംഫ് നോഡ് ഓർ പാൽപ്പബിൾ ആക്സിലറി ഓർ സെർവൈക്കൽ ലിംഫ് നോഡ് ഹെൽപ്സ് ടു ഡയഗ്നോസ് ഗ്രാനുലോമാറ്റസ് ആൻഡ് നിയോപ്ലാസ്റ്റിക് ലീഷൻസ്. ഇപ്പൊ ലിംഫ് നോഡ് ആദ്യം ബയോപ്സി സ്റ്റഡീസിൽ പറയുന്നത് ലിംഫ് നോഡ് ബയോപ്സിയാണ്. So biopsy of the appropriate scalene lymph node or palpable axillary or cervical lymph nodes helps to diagnose granulomatous and neoplastic lesions. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് തന്നെ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവര് ലിംഫ് നോഡ് ആസ്പിറേഷൻ എടുക്കും സൈറ്റോളജിക്കൽ സ്റ്റഡീസിനുണ്ട്. അതായത് FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. അതിൽ ഷോർട്ട് നീഡിലും ഉണ്ട്, ലോങ് നീഡിലും ഉണ്ട്. ഷോർട്ട് നീഡിൽ എന്ന് പറയുമ്പോൾ ഫൈൻ നീഡിലാണ്, അത് ആ നോഡിലോട്ട് പിയേഴ്സ് ചെയ്തെടുത്ത് വലിച്ചിങ്ങെടുക്കും. ലാർജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ സൂചിയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചെറിയ സൂചിയും വലിയ സൂചിയും ഉണ്ട്. അപ്പം ഈ രണ്ടാമത്തെ FNAC എന്ന് പറയുമ്പോൾ ലാർജ് നീഡിലാണ്. ലാർജ് നീഡിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് പോയി കുറച്ചുകൂടെ സെൽസ് ആസ്പിറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും. സോ അന്ന് എനിക്ക് ആക്ച്വലി 6 months ഡോട്ട്സ് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വന്നു. ഇത് മാൻഡോക്സ് പോസിറ്റീവ് ആയിരുന്നു, സ്പ്യൂട്ടം പോസിറ്റീവായി, കൾച്ചർ പോസിറ്റീവായി, FNAC വാസ് സജസ്റ്റീവ് ഓഫ് TB. പിന്നെ ഞാൻ ഇവിടെ പെരിക്കുള ഹോസ്പിറ്റലിൽ പോയി ഡോട്ട് ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് TB കേസസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ. സോ അപ്പം ഞാൻ ഈ കോഴ്സ് ഫുൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു ലിംഫ് നോഡ് വന്നു കഴിഞ്ഞാൽ ബയോപ്സി സ്റ്റഡീസിന് അവർ എടുക്കുന്നത് ലിംഫ് നോഡ് ബയോപ്സിയാണ്. അത് ആ ഒരു അപ്രോപ്രിയേറ്റ് ലിംഫ് നോഡിന്ന് അല്ലെങ്കിൽ ഒരു പാൽപ്പബിൾ ആക്സിലറി ഓർ സെർവൈക്കൽ ലിംഫ് നോഡ് ആയിരിക്കും എടുക്കുന്നത്. അത് ഗ്രാനുലോമാറ്റിക് ആൻഡ് നിയോപ്ലാസ്റ്റിക് ലീഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഈ ഗ്രൂപ്പ് ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ തന്നെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും FNAC ഒക്കെ, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ഒക്കെ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ. നെക്സ്റ്റ് ഇസ് ലങ് ബയോപ്സി. ബയോപ്സി സ്റ്റഡീസിൽ ആദ്യം പറയുന്ന ലിംഫ് നോഡ് ബയോപ്സി,
Next is lung biopsy. Lung tissue can be obtained by percutaneous biopsy, bronchoscopically, or by open biopsy under vision. So lung tissue can be obtained by percutaneous biopsy, bronchoscopically, or by open biopsy under vision. Percutaneous biopsy using a Wim Silverman needle or a trephine is perforated to diagnose diffuse lesions and peripherally situated localized lesions. So, percutaneous biopsy using a Wim Silverman needle or a trephine is performed to diagnose diffuse lesions and peripherally situated localized lesions. When the lesions are small and not accessible superficially, thoracotomy and open biopsy are preferable. So when the lesions are small and not accessible superficially, thoracotomy and open biopsies are preferable. So ആദ്യം പറഞ്ഞ lymph node biopsy, രണ്ടാമത്തത് lung biopsy. Next is pleural biopsy. Pleural biopsy, this is resorted to when pleural lesions have to be diagnosed. Koop's needle or Abraham's pleural biopsy punch is used for obtaining material from the parietal pleura. So pleural biopsy എന്ന് പറഞ്ഞാൽ pleural lesions diagnose ചെയ്യാനാണ് pleural biopsy യൂസ് ചെയ്യുന്നത്. Koop's needle or Abraham's pleural biopsy punch is used for obtaining material from parietal pleura. Wim Silverman needle or manganese needle can be used in the absence of specialized needle. Aspiration and biopsy can be done as ultrasound or CT guided procedures for greater diagnostic yield. So pleural biopsy parietal pleura എന്നാണ് നമ്മൾ എടുക്കുന്നത്. Koop's needle Abraham's pleural biopsy punch ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ Wim Silverman needle or Menin's needle can be used in absence of specialized needle. So that is pleural biopsy. Next is bronchoalveolar lavage. Bronchoalveolar lavage. This procedure is adopted to obtain material from the terminal portions of the respiratory tree and alveoli. So this procedure is adopted to obtain material from the terminal portions of the respiratory tree and alveoli. The specimen is subjected to microscopy and cytological examination. Organisms such as Pneumocystis carni, CMV, Legionella, fungi and mycobacteria can be identified in the washings. So organisms such as Pneumocystis carni, CMV, Legionella, fungi and mycobacteria can be identified in the washings. Bronchoalveolar lavage has been used therapeutically to remove occluding plaques in cystic fibrosis and severe asthma. In alveolar proteinosis, lavage using heparin and acetylcysteine helps to remove the proteinaceous material. So bronchoalveolar lavage, this procedure is adopted to obtain material from the terminal portions of respiratory tree and alveoli. The specimen is subjected to microscopy and cytological examination. Organisms such as Pneumocystis carni, CMV, Legionella, fungi and mycobacteria can be identified in the washings. Bronchoalveolar lavage has been used therapeutically to remove occluding plaques in cystic fibrosis and severe asthma. In alveolar proteinosis, a lavage using heparin and acetylcysteine helps to remove the proteinaceous material. So biopsy study is clear ayo. Biopsy study ആദ്യം പറഞ്ഞ lymph node biopsy, second is lung biopsy, third is pleural biopsy and fourth is bronchoalveolar lavage. So lymph node biopsy എന്ന് പറഞ്ഞാൽ palpable ആയിട്ടുള്ള axillary or cervical lymph node എടുത്തിട്ട് ചെയ്യുന്ന which helps to diagnose granulomatous and neoplastic lesions. It is lymph node biopsy. Lung biopsy എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടുന്നാണ് obtained by percutaneous biopsy, bronchoscopically or by open biopsy under vision. Pleural biopsy parietal pleura in the Koop's needle or Abraham's pleural biopsy punch എടുത്തിട്ട് യൂസ് ചെയ്ത് മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നതാണ് pleural biopsy. And bronchoalveolar lavage, it is adopted to obtain material from terminal portions of the respiratory tree and alveoli. Next is respiratory failure. അതൊരു പുതിയ സെഷൻ ആണ്. ഇപ്പം 10 മണിയായി. ഇപ്പം ഞാൻ കുറച്ചേ പ്രിപ്പയർ ചെയ്തോളൂ ഷോർട്ട് നോട്ടീസിലായതുകൊണ്ട്. സോ ജസ്റ്റ് ആദ്യം തൊട്ടൊന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. പിന്നെ എയർ പാസേജ് ബിഗിൻസ് ഫ്രം നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്ക ആൻഡ് ബ്രോങ്ക്യൂൾസ്. Terminal portions, respiratory bronchioles and alveolar ducts. Then trachea, it is 11 centimeter long.
kept permanently open by presence of C-shaped cartilage. Bronchi, they are similar to trachea in structure. Right bronchus is 1 to 2.5 centimeter in length, whereas left is little more longer, 5 centimeter, forms an angle of 50 to 100 degree with the right main bronchus. Then we discussed about surfactant. Surfactant എന്ന് പറഞ്ഞാൽ the type 2 pneumonocytes from the 30th week of intrauterine life produce ചെയ്യുന്ന ഒരു substance ആണ്. It contains an insoluble lipoprotein, dipamidine lecithin, which forms a thin layer at the air fluid interface and lower surface tension. The pulmonary surfactant is a mixture of phospholipids and surfactant-specific proteins which reduce alveolar surface tension during respiration. Then pulmonary physiology, adinathu types of breathing, Cheyne-Stokes breathing, Bittot's breathing, Kussmaul's breathing, and hyperventilation. Then we dealt with the common symptomatology in respiratory diseases, which includes cough with expectoration, cough with or without expectoration, chest pain, dyspnea, and hemoptysis. Cough with expectoration, prominent symptom is bronchitis and pneumonia, whereas autogenic cough is a reflex cough. Sputum quantity വെച്ച് അതിന്റെ ഒരു നേച്ചറും വെച്ച് ക്വാണ്ടിറ്റി വെച്ച് 20 to 25 ml in 24 hours കൂടുകയാണെങ്കിൽ raise the possibility of disease. പിന്നെ നേച്ചർ വെച്ച് കോപ്പിയസ് ആണെങ്കിൽ bronchiectasis. Sputum suggest underlying pathology. പിന്നെ അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞു. Hemoptysis is presence of blood in sputum. Then we dealt with investigations എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു peripheral blood picture, total and differential leukocyte and determination of RBC. പിന്നെ sputum examination പറഞ്ഞു. അതിനകത്ത് it should be examined both macroscopically, microscopically and after proper staining. Bacteriologically നോക്കും. പിന്നെ റേഡിയോളജി നോക്കും. പ്ലെയിൻ ചെസ്റ്റ് എക്സ്റേ PAVU ആണ് നോക്കുന്നത്. Next is we dealt with biopsy studies, that is lymph node biopsy, lung biopsy, pleural biopsy and bronchoalveolar lavage. ഇന്ന് അടുത്ത റെസ്പിറേറ്ററി ഫെയിലർ അതൊരു വലിയ സെഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഷോർട്ട് നോട്ടീസിലാണ്ട് ഇത്രേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് തൽക്കാലം ഇന്നിപ്പം കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ നോട്ട്സ് നാളെ തന്നെ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, സോ ഇന്നത്തേക്ക് കൈൻഡ്ലി ബെയർ വിത്ത് മീ, കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഓൺവേർഡ്സ് ഞാൻ PPT പ്രിപ്പയർ ചെയ്ത് സെഷൻ റെസ്പിറേറ്ററി ഫെയിലിയറോട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ക്വിസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് അവിടെ കയറാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി വാട്സാപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. Okay, sir. So thank you all doctors and good night.